ജിബിൻ, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് അഫാനെ കൊണ്ടുപോകുന്നതിന് തൊട്ട് പിന്നിൽ തന്നെ മാതൃഭൂമി ന്യൂസിന്റെ സംഘവും യാത്ര ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷം ഇന്നിനി തെളിവെടുപ്പിന് കൊണ്ടുപോകുമായിരിക്കുമോ? അഫാനെ ഇപ്പോൾ തിരികെ ഈ കല്ലറയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് അഫാനെ ഇപ്പോൾ തിരികെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. മാതൃഭൂമി ന്യൂസ് സംഘവും ഈ പോലീസ് വാഹനത്തിന് തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. ആ പോലീസിന്റെ തുടർ നീക്കങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഇനി പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. കാരണം ആ പോലീസ് കഴിഞ്ഞ ദിവസം രാത്രിയും ഇന്ന് രാവിലെയും പറഞ്ഞതനുസരിച്ച് രാവിലെ 7 മണിയോടുകൂടി തന്നെ അഫാനെ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ട് ആ തെളിവെടുപ്പ് നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരുന്നത്. കാരണം 10 മണിക്ക് മുന്നിൽ തന്നെ ഈ തെളിവെടുപ്പൊക്കെ തന്നെ പൂർത്തിയാക്കുമെന്നാണ് പോലീസ് ഇന്നലെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ 7 മണിയോട് കൂടി അഫാനെ പുറത്തേക്ക് ഇറക്കുന്ന സമയത്താണ് അഫാൻ ഇരുന്നിരുന്ന ഒരു തിട്ടയിൽ നിന്ന് അഫാൻ പെട്ടെന്ന് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഇതൊരു ആത്മഹത്യ ശ്രമമാണോ എന്നുള്ള പോലും പോലീസ് സംശയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വേഗം ആ സമീപത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോലീസ് അഫാനെ എത്തിച്ചത്. പക്ഷെ ആ സമയത്തും നമുക്കൊക്കെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കാരണം അഫാൻ എന്താണ് സംഭവിച്ചത്? കാരണം പെട്ടെന്ന് ഒരു തിട്ടയിലിരിക്കുന്ന മനുഷ്യൻ കുഴങ്ങി വീഴുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ആത്മഹത്യ ശ്രമമാണോ എന്നൊക്കെ സംശയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധിച്ചപ്പോഴാണ്, ഒപിയിലേക്ക് എത്തിച്ച് പരിശോധിച്ചപ്പോഴാണ് അഫാൻ ഈ പറയുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ശ്രമമോ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നത്. ഇത് അഫാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു നാടകത്തിന്റെ ഭാഗമാണോ എന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത് കൊണ്ടാണ് അഫാനെ ഇപ്പോൾ നേരെ തിരികെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളും അവരെ തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. ഉടൻ തന്നെ ഇവിടെ നിന്നപ്പോൾ ഏകദേശം ഒരു 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക്. അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇനി എന്തൊക്കെ നീക്കങ്ങളാണ് നടക്കുക എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് പോലീസ് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ്, അതായത് വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് എന്ന് പറയുന്നതും ഈ അഫാന്റെ ഉമ്മുമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. 95 വയസ്സുകാരിയായിട്ടുള്ള അഫാന്റെ ഉമ്മുമ്മയെ വീട്ടിലെത്തി അഫാൻ ചുറ്റിക ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ കേസാണ് പാങ്ങോട് പോലീസ് ആദ്യം രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് കോടതിയിൽ പോലീസ് ഈ അഫാനെ കസ്റ്റഡിയിൽ വേണമെന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകിയത്. പോലീസ് കോടതി അത് സാങ്ഷനാക്കുകയും ചെയ്തു. അഫാനെ ഇന്നലെ തന്നെ ഉച്ചയോടുകൂടി തന്നെ ഏകദേശം 11:45 ആ പോലീസിന്റെ കസ്റ്റഡിയിൽ കൊടുക്കുകയായിരുന്നു 3 ദിവസത്തേക്ക്. ഇതിന്റെ ഭാഗമായി അവിടെ നിന്ന് ഈ നെടുമങ്ങാട് കോടതിയിൽ നിന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം അഫാനെ നേരെ എത്തിച്ചത് പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. അവിടെ വെച്ചാണ് ഇന്നലെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് അഫാൻ ആദ്യ ദിവസം കൊടുത്ത മൊഴിയിൽ തന്നെ അഫാൻ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം ഈ കുടുംബത്തിന്റെ തീർത്താൽ തീരാത്ത സാമ്പത്തിക ബാധ്യതയും ഉമ്മുമ്മയോടുള്ള തീർത്താൽ തീരാത്ത പകയുമാണ്. കാരണം ആവശ്യഘട്ടത്തിൽ ഉമ്മുമ്മ പണം കൊടുത്ത് സഹായിച്ചില്ല. അഫാൻ നിരന്തരം ഇവരുടെ മാലയ്ക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിരുന്നു, അതും കൊടുത്തില്ല. അതായത് അഫാൻ ഇന്നലെ നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അഫാൻ ഇന്നലെ പോലീസിനോട് പറഞ്ഞത് ഇന്നോ നാളെ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ത്രീയോട് ഞാൻ പലതവണ അവരുടെ മാല ആവശ്യപ്പെട്ടു, അവർ അത് തന്നില്ല. അതുകൊണ്ടുള്ള പകയിലാണ് അവരെ കൊലപ്പെടുത്തിയത്. വെഞ്ഞാറമൂട് കൊലക്കേസ് പ്രതി അഫാന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പോലീസ് കല്ലറയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന ശേഷം കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് തിരികെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്.